ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ വ്ളോഗാണ്. ഇപ്പോൾ മോർണിംഗ് എണീറ്റതിന് ശേഷം മോർണിംഗ് റൊട്ടീൻസൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വന്നിരുന്ന് ടു ഡു ലിസ്റ്റ് എഴുതലാണ്. അങ്ങനെ ഡെയിലി ടു ഡു ലിസ്റ്റ് എഴുതലൊന്നുമില്ല, അങ്ങനെ കാര്യമായിട്ട് ചെയ്യാനില്ലാത്തത് കൊണ്ട് അങ്ങനെ ഡെയിലി എഴുതലില്ല. ഏതെങ്കിലും ഒരു ദിവസം കുറച്ചധികം കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ ടു ഡു ലിസ്റ്റ് ഒന്നില്ലെങ്കിൽ തലേന്ന് രാത്രി എഴുതി വെക്കും, അല്ലെങ്കിൽ അന്നത്തെ ദിവസം രാവിലെ അന്ന് എന്തൊക്കെയാണോ ചെയ്യാനുള്ളത് അതൊക്കെ ഓർത്ത് അങ്ങനെ എഴുതലാണ്. അപ്പോൾ എഴുതാനായിട്ട് യൂസാക്കുന്ന പേപ്പർ ഞാൻ +1 +2 അഗ്രികൾച്ചറാണ് പഠിച്ചത്. അപ്പോൾ അതിൽ കുറേ റെക്കോർഡ്സ് ബുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഇതേപോലത്തെ ഗ്രാഫ് പേപ്പർ കുറേ ബാലൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കട്ടാക്കിയിട്ട് ഓരോ പീസ് കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് ഞാൻ ശേഖരിച്ച് അതിനെ കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ടു ഡു ലിസ്റ്റ് എഴുതാനായിട്ട് ഒരു പ്രത്യേകം മറ്റേ നോട്ട് വാങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതിലിങ്ങനെ എഴുതലാണ്. അങ്ങനെ ഡെയിലി ഞാൻ അങ്ങനെ എഴുതലൊന്നുമില്ലല്ലോ. അപ്പോൾ തോന്നുന്ന ദിവസം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ എടുത്ത് എഴുതലാണ്. അങ്ങനെ ടു ഡു ലിസ്റ്റൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പോയിരുന്ന് റാം കെയർ ഓഫ് ആനന്ദി ആ ബുക്ക് ഉണ്ടല്ലോ, അപ്പോൾ അത് കുറച്ച് നേരം ഇരുന്ന് വായിച്ചതിന് ശേഷം പിന്നെ എനിക്ക് സ്കൂട്ടിയുടെ 8ൻ്റെ ക്ലാസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പോകലാണ്. അപ്പോൾ അവിടെ പോയിട്ട് ആരും വന്നിട്ടില്ല ഗ്രൗണ്ടിൽ, ഞാൻ ഒറ്റയ്ക്കായി. അപ്പോൾ അവിടെ സ്കൈയൊക്കെ കണ്ട് കുറച്ച് നേരം നല്ല രസമുണ്ട് കാണാം. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് വെച്ച് ഇൻക്ലൂഡ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവരൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ സ്കൂട്ടി ഇട്ട് പഠിക്കാനായിട്ട് സ്ലോയും സ്റ്റോപ്പുമാണ് ഞാൻ ആദ്യം ഓട്ടിക്കൽ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അതായത് എൻ്റെ വീടിനടുത്തുള്ളൊരു കൊച്ചിന് ഓണത്തിന് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൾ ആ തുണിയൊക്കെ കൊണ്ട് തന്നു. അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് ഞാൻ നേരത്തെ വെച്ചിട്ടില്ല, കട്ട് ചെയ്യാനായിട്ട് ഇനി മെഷീനൊക്കെ റെഡിയാക്കണമല്ലോ. അപ്പോൾ മെഷീനൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കലാണ്. കുറേ നാളായിട്ടോ മെഷീനൊക്കെ എടുത്തിട്ട്. അപ്പോൾ അതിൽ കുറേ പൊടിയുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വെറ്റ് ടിഷ്യൂ വെച്ച് ആദ്യമായിട്ടാണ് യൂസ് ചെയ്യണത്. അങ്ങനെ വെറ്റ് ടിഷ്യൂ വെച്ചില്ല ഇതുവരെ അങ്ങനെ തുടച്ചിട്ടില്ല മെഷീൻസൊന്നും, ആദ്യമായിട്ടാണ് അങ്ങനെ തുടയ്ക്കൽ. അപ്പോൾ എന്താവുമെന്ന് അറിഞ്ഞൂടാ, പക്ഷേ നല്ല സ്മെല്ലുണ്ട് തുടച്ചതിന് ശേഷം. എന്താ പറയുക, നല്ലൊരു ഫ്രാഗ്രൻസ് ഉള്ളതല്ലേ അതിൽ, അപ്പോൾ നല്ലൊരു സ്മെല്ലുണ്ട് അതിന്. അപ്പോൾ ഇത് എടുത്തിട്ട് ഞാൻ 1 വർഷം ആയിട്ടില്ല. ഈ ഫെബ്രുവരി 14 1 വർഷം ആവുള്ളൂ ഈ ബ്രദറിൻ്റെ ഈ മെഷീൻ. അപ്പോൾ പഴയ മെഷീൻ എൻ്റെ അടുത്ത് ഒരു 6-7 വർഷം മുന്നേ ഉള്ള മെഷീനാണ്. അപ്പോൾ ഈ മെഷീൻ വാങ്ങിയതിന് ശേഷം, ബ്രദറിൻ്റെ മെഷീൻ വാങ്ങിയതിന് ശേഷം പിന്നെ അത് ഞാൻ യൂസാക്കിയിട്ടേ ഇല്ല. ഒരു 1 ഇയറൊക്കെ ആയിട്ടുണ്ട് ഞാൻ അത് യൂസാക്കിയിട്ട്. അപ്പോൾ അതിൽ നിറയെ പൊടിയും അതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ച് നോക്കാം, ഓയിലൊക്കെ ഇട്ടിട്ട് സെറ്റാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ചാക്കി കൊടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കലാണ്. അപ്പോൾ അതിൻ്റെ ശേഷം എൻ്റെ കയ്യിൽ ഓയിലുണ്ട്, ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഓയിലൊക്കെ എടുത്ത് അതിലൊന്ന് ഒഴിച്ച് സെറ്റാക്കി കൊടുക്കുകയാണ്. അങ്ങനെ മെഷീനൊക്കെ ഓയിലിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഹോളിൽ പോയിരുന്നിട്ടാണ് തുണി കട്ട് ചെയ്യൽ. അപ്പോൾ ബ്ലൗസിൻ്റെ അതായത് ഞാൻ ഫാഷൻ ഡിസൈൻ പഠിക്കുന്ന ടൈം എനിക്ക് എൻ്റെ അളവിൽ വണ്ടായിട്ട് തയ്ച്ച ബ്ലൗസിൻ്റെ പാറ്റേൺ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ആ പാറ്റേൺ യൂസ് ചെയ്തിട്ട് ഞാൻ അവൾക്ക് കട്ട് ചെയ്യണത്. അപ്പോൾ ഞാൻ മുന്നേ പഠിക്കുന്ന സമയത്ത് തയ്ച്ചിരുന്ന ബ്ലൗസ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ആ ബ്ലൗസ് ഞാൻ അവൾക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്ത്. അപ്പോൾ അവൾക്ക് കറക്റ്റ് അളവായിരുന്നു. അപ്പോൾ ആ അളവിലാണ് ഞാൻ ഈ ബ്ലൗസ് സ്റ്റിച്ചാക്കണത്. അങ്ങനെ ഞാൻ ഇരുന്ന് നോക്കുകയാണ് ഓരോന്ന്. അവൾക്ക് ഇനി അവൾ പറഞ്ഞു കുറച്ചും കൂടി ലെങ്ത്ത് കൂട്ടണമെന്ന് പറഞ്ഞു. ഇത് ബ്ലൗസ് ലെങ്ത്ത് കുറവാണ്, അപ്പോൾ കുറച്ചും കൂടി ലെങ്ത്ത് കൂട്ടിയിട്ട് കട്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുന്നേ ഉള്ള ബ്ലൗസിന് ജസ്റ്റ് ഒന്ന് നോക്കലാണ്. നോക്കിയതിന് ശേഷം പിന്നെ ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ പീസായിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഫ്രണ്ടും ബാക്കും ഒക്കെ. അങ്ങനെ അതെല്ലാം കട്ടാക്കി എടുത്തതിന് ശേഷം അതായത് ഫ്രണ്ട് പാർട്ടും ലൈനിങ് പീസും എല്ലാം സെപ്പറേറ്റ് ആക്കി
ഞാൻ എടുത്ത് കട്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ മെഷീൻ റൂമിലായിരുന്നു കിടന്നത്. അപ്പോൾ റൂമിൽ കിടന്നിട്ട് തയ്ക്കാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ കടയുണ്ട് നോക്കാനായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഹോളിൽ കൊണ്ടുവന്നിരുന്ന് തയ്ക്കാമെന്ന്. അങ്ങനെ ഹോളിൽ കൊണ്ടുവന്നിരുന്നിട്ടാണ് തയ്ക്കൽ. അപ്പോൾ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഒക്കെ ജോയിൻ ചെയ്ത് എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഉച്ചയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചോറ് കഴിക്കലാണ് ഇരുന്ന്. അപ്പോൾ ഉമ്മാൻ്റെ സ്പെഷ്യൽ മഞ്ഞച്ചോറും ചിക്കൻ പൊരിച്ചതും പപ്പടമൊക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് കഴിക്കലാണ്. ചോറൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ വന്നിരുന്ന് വെള്ളം കുടിക്കലാണ്. ഇനി കുടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അത് ഞാൻ കുടിക്കലും നടക്കില്ല. സ്റ്റിച്ചിലോട്ട് കയറിക്കഴിഞ്ഞാൽ പിന്നെ സ്റ്റിച്ചിങ് ആയിരിക്കും ഫുള്ള്, വെള്ളം കുടിക്കൽ നടക്കില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് നേരം ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ കുറച്ച് നേരം ഫോണിലൊക്കെ കുത്തിയിട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരിക്കലാണ്. സ്റ്റിച്ചിങ്ങൊക്കെ ഒരു 4 മണിയായപ്പോൾ ഫുൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പോയിരുന്ന് ചായ കുടിക്കലാണ് ബ്ലൗസിൽ. അപ്പോൾ ഇനി കുറച്ച് മിറർ ഒട്ടിക്കാനുണ്ട്. പിന്നെ ബട്ടൺസും മറ്റേ അയ്യൂക്കൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെക്കണം. അപ്പോൾ അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഫിനിഷാണ്. പിന്നെ ഞാൻ കടയിൽ പോയിട്ട് ഒരു കേക്ക് എടുത്ത് കൊണ്ടുവന്ന് പിന്നെ അതിരുന്ന് ചായയായിട്ട് ഇരുന്ന് കുടിക്കലാണ്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് അത് കഴിഞ്ഞാൽ കപ്പൊക്കെ കൊണ്ട് ഞാൻ അടുക്കളയിൽ വെച്ചതിന് ശേഷം പിന്നെയും വന്ന് ഇവിടെ ഇരിക്കലാണ് ടേബിളിൽ. അപ്പോൾ ടേബിളിൽ വന്നപ്പോഴാണ് ഈ ക്ലേയുടെ കാര്യം എനിക്ക് ഓർമ്മ വന്നത്. അതായത് എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിൻ്റെ ഇത്താൻ്റെ മോനിക്ക് അവിടെ എന്തോ സ്കൂളിലെ എക്സിബിഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ക്ലേ വർക്ക് ചെയ്ത് തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ആ ചെയ്തു തരാമല്ലോ എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെ ഫ്രൂട്ട്സ് ഉണ്ടാവുമല്ലോ, അങ്ങനെ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാൻ യൂട്യൂബിൽ കുറച്ച് നോക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് അതായത് സോഫ്റ്റാക്കി വെക്കലാണ്. അതൊക്കെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് സോഫ്റ്റ് ചെയ്ത് വെക്കുമ്പോൾ അത് കുറച്ചും കൂടി ചെയ്യാൻ ഈസി ആവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി മാറ്റി വെക്കലാണ്. അപ്പോൾ ഇതാണ് ഞാൻ തയ്ച്ച് ഫിനിഷാക്കിയ ബ്ലൗസ്. അപ്പോൾ അതെല്ലാം നല്ല രീതിയിൽ സ്റ്റിച്ചാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലോട്ട് അയ്യൂക്കും ബട്ടൺ വെക്കേണ്ട ഇതൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് വെക്കണം. അത് കഴിഞ്ഞ് എനിക്ക് അവൾ ഒരു മിറർ വാങ്ങി തന്നിട്ടുണ്ട് ഒട്ടിക്കാനായിട്ട് നടുക്ക്. അതായത് ആ ഫ്ലവറിൻ്റെ നടുക്കായിട്ട് ഒട്ടിക്കാനായിട്ട് മിറർ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒട്ടിക്കണം. അത് രണ്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫിനിഷായിട്ടുണ്ട് ബ്ലൗസ്. പിന്നെ പുറത്ത് വന്നിട്ട് പിച്ചിപ്പൂ വറുക്കലാണ്. ഇത് ഡെയിലി ഞാനല്ല വറുക്കൽ, ഉമ്മയാണ് പറിക്കുന്നത്. അപ്പോൾ ഉമ്മ റേഷൻ കടയിലോ അങ്ങനെ എന്തോ പുറത്ത് പോയിട്ടുണ്ട്. അപ്പം പിന്നെ വിചാരിച്ചു ഞാൻ പറിക്കാമെന്ന്. അതിനൊരു 6 മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല വിരിഞ്ഞിരിക്കും. അപ്പോൾ അതിന് മുന്നേ പറിച്ചാൽ നമുക്ക് കിട്ടാനും കുറച്ചും കൂടി ഭംഗിയായിട്ട് കിട്ടും. അപ്പോൾ ഇത് ഡെയിലി പറിച്ച് എൻ്റെ കാക്കാൻ്റെ കുട്ടിക്കാണ്, അവൾക്ക് ഡെയിലി ഈ പൂ വേണം. അവൾ വന്നിട്ട് ചോദിക്കും എൻ്റെ പൂവ് എവിടെയെന്ന്. അപ്പോൾ അവൾക്ക് കൊടുക്കാനായിട്ട് കെട്ടി കൊടുക്കാനായിട്ടാണ് ഇത് മെയിനായിട്ട് പറിക്കുന്നത്. ഈ മുല്ലയിൽ അതായത് മുന്നേ നിറയെ കായ്ക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ശേഷം അതൊക്കെ പട്ടുപോയി അതിൻ്റെ വേരിൽ നിന്ന് പുതിയ ചെടി വന്നതാണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പിന്നെ ഞാൻ മണി പ്ലാന്റ് നട്ടിട്ടുണ്ട്. അപ്പോൾ മണി പ്ലാന്റ് വലിയ ഇതിൽ നിന്ന് ഞാൻ മാറ്റി ചെറിയ ഇതിൽ നട്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി അതിലത്തെ വാടിയ ഇലയും അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കലാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഫ്രഷ് ആവലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്നിരുന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ക്ലേ ചെയ്യാനുണ്ടെന്ന്. അപ്പോൾ ആ ക്ലേ അങ്ങനെ ചെയ്യലാണ്, ഫ്രൂട്ട്സൊക്കെ ഉണ്ടാക്കലാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് മുന്തിരിയും അതായത് സ്ട്രോബെറിയും പിന്നെന്താ പൈനാപ്പിൾ അതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഒരു ചെറി പോയിട്ട് അങ്ങനെ എന്തോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫിനിഷായി. നാളെ മോർണിംഗ് അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മോർണിംഗ് ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 7 മണിയാകുമ്പോൾ കൊടുക്കണം. അപ്പോൾ നൈറ്റ് ഇരുന്നിട്ട് ഞാൻ ചെയ്യലാണ്. അങ്ങനെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഞാൻ ചെയ്തത്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കണ്ട. ഇനി ഞാനൊരു പുതിയ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.